ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടേസ്റ്റിയായ ഒരു പഴംപൊരി ആയാലോ. അതിനുവേണ്ടി അരക്കപ്പ് മൈദ, അരക്കപ്പ് പത്തൽ പൊടിയാണ്. നമ്മൾ പത്തലൊക്കെ ചുടുന്ന പത്തിരിപ്പൊടിയില്ലേ, അതാണ്. 4 ഏലക്ക പൊടിച്ചത്, 4 സ്പൂണ് പഞ്ചസാര, പിന്നെ ഇതിലേക്കൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഇത് നല്ലൊരു കളറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തത്. പലതും പല സീക്രറ്റും ആരും പുറത്തങ്ങനെ പറയൂല, പക്ഷേ ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സബ്സ്ക്രൈബർ ആയാലും എല്ലാവർക്കും ഇത് കാണാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇപ്പോൾ 1K സബ്സ്ക്രൈബർ ആകാനായിനി. ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇനിയും പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നവർക്കോടും ഞാൻ നന്ദി പറയുന്നുണ്ട്. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു പഴംപൊരിയാണ്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മൾ പലതും പരീക്ഷിച്ച് നോക്കി അതിലൊന്ന് വിജയിക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ശരിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം മൈദപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ഞാൻ പിന്നെ ഒന്ന് വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെ വിചാരിച്ചിട്ടൊന്ന് 2-3 തവണ ട്രൈ ചെയ്തു. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കാണുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്നും കൂടി വിചാരിച്ചു. ഇതെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇതിന് മാവ് നേർത്ത് കലക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു നിങ്ങൾക്ക് സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് മാവ് ആക്കേണ്ടത്. കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. അധികം ചൂട് തണിയാൻ പാടില്ല. അധികം ചൂട് തണിഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു ആ ക്രിസ്പിയും നഷ്ടപ്പെടും. എല്ലാ പഴംപൊരികളും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. നമുക്കിത് കഴിച്ചിരിക്കാൻ വിചാരിക്കും, എത്ര തിന്നാലും മടുക്കില്ല. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു.